ഹലോ യെസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ തരുന്നുണ്ട്, അതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നതാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. എനിക്ക് കുട്ടികളുണ്ട്, അപ്പോൾ ആ കുട്ടികളെയൊക്കെ നമുക്ക് എങ്ങനെ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റും? അവർ നമ്മുടെ കുട്ടികളൊക്കെ തന്നെയല്ലേ, അപ്പോൾ എങ്ങനെ അവരോട് ഡിറ്റാച്ച് ചെയ്യാം? ഞാൻ സിംപ്ലിഫൈഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ഡിറ്റാച്ച്മെൻ്റ് ആണെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് പറയാനാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടിയുണ്ട്, വലുതാകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കും, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്കെല്ലാം ചെയ്തുതരും എന്നത് ഒരു തരം സ്പിരിച്വൽ ഇമോഷണൽ കണക്ഷൻ തന്നെയാണ്. ഇത് വെക്കരുത് എന്നും പറഞ്ഞിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു മാതാപിതാക്കളായി കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ വൈഫ് ഉണ്ടെങ്കിൽ വൈഫിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെ നമ്മുടെ കർത്തവ്യം, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ കൂടുതലായിട്ട് അവരിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് വേണ്ട ശ്രദ്ധ നമ്മൾ കൊടുത്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവരിൽ നിന്നും തിരിച്ചെന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുക. ഇതാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച്മെൻറ്റ് കിട്ടും. പിന്നെ വേറൊരു കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? കാരണം ഈ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ചക്രാസും അതേപോലെ നമ്മൾ ഈ പറയുന്ന മന്ത്രസിദ്ധിയൊക്കെ എടുത്തുകൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും ആരോടും പറയാണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്യുക, അതായത് പര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോളും. ഓക്കെ. പക്ഷെ നമ്മുടെ നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വായ്ക്കരിയാക്കും, നമ്മൾ നാട്ടുകാരോട് പോയി പറയും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താ പ്രശ്നം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ്ക്കരിയുടെ അറിയാലോ, എനർജി ലോസ് ആണ്. നമ്മുടെ എനർജി ലോസ് ആവും, അതേപോലെ അവരുടെ എനർജി നമ്മളിലോട്ട്, അനാവശ്യമായിട്ടുള്ള എനർജി നമ്മളിലോട്ട് വരും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾക്ക് വന്ന നെഗറ്റീവ് ബാഡ് വൈബ്സ്, നഗ്, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞ നഗ്, ഈ നഗ്ഗുകൾ നിങ്ങൾ പറയണം, വൈക്കരിയണം. പക്ഷേ ഈ നഗ് വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് നഗ്ഗാണെന്ന് ചോദിക്കും, അല്ലേ? പക്ഷെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വേറെ ആരോടും പറയാണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റിവിറ്റി നമുക്ക് കളയാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് കളയാൻ പറ്റും. നമ്മൾ നേരെ ബാക്കോട്ട് തിരിയുക, എന്നിട്ട് പയ്യെ വിസ്പർ ചെയ്യുക. ആരും ഇല്ലാത്ത സമയം നോക്കി ചെയ്യുക, അല്ലെങ്കിൽ നാട്ടുകാർ ഭ്രാന്താണെന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ട്. ആരില്ലാത്ത സമയത്ത് നോക്കിയിട്ട് പറയാം നമ്മുടെ നെഗറ്റീവായുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് വന്ന നെഗറ്റീവ് തോട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു വിടും. അപ്പോൾ പ്രശ്നങ്ങൾ പോയിക്കോളും. സാധാരണ നമ്മളെന്താ ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നില്ലെങ്കിൽ നമ്മൾ ഒളിച്ചു വെക്കും, ആരോടും പറയാണ്ട് വെക്കും. അല്ലെങ്കിൽ ഈ പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കുന്ന വിചാരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ സപ്രസം. ഇത് 12 ലക്ഷം തവണ ഉള്ളിൽ കിടന്നിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ പോയി പറയും. നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ സപ്രസ് ചെയ്യണം, നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ വിസ്പർ ചെയ്യുക. അത് ഒച്ചയിൽ വിസ്പർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്പ് ഒച്ച ഉണ്ടാക്കുന്ന രീതിയിൽ പയ്യെ വിസ്പർ ചെയ്യും. അങ്ങനെ ഈ എനർജി ഫ്ലോ അവിടേക്ക് പോകും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്രാസും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങും പയ്യെ. ഓക്കെ. ഞാനൊരു വീഡിയോ ചക്രാസ്, നിങ്ങളുടെ ഉള്ളിൽ ഏതൊക്കെ ചക്രാസ് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. അത് പാർട്ട് 3 ആയിട്ട് ഇരിക്കട്ടെ. കാരണം എനിക്ക് വീഡിയോസ് ഒരിക്കലും ലെങ്തിയിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇത്രയും കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് കൺഫ്യൂഷൻ എടുപ്പിച്ച് നിങ്ങളാകെ ചളുകുളാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പശ്യന്തി മധ്യമ വൈഖരി, ഇതെന്താണെന്ന് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കുള്ളൂ ഉചിതം. ഞാനിതൊരു പ്ലേലിസ്റ്റാക്കി വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലെ 2ാമത്തെ വീഡിയോ ആയിരിക്കുള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.